അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നമസ്തേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നവരാത്രി ദിനാശംസകൾ. നവരാത്രി 3-ാം ദിവസമായ ഇന്ന് ദേവി മഹാത്മ്യത്തിൽ 3-ാം അധ്യായം വരികൾ സഹിതം പാരായണം ചെയ്യുന്നു. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതിയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. നമസ്തേ. 3-ാം അധ്യായം. ശക്രവൈരികളായോരസുരപ്പടയെല്ലാം മിക്കതുമൊടുങ്ങിയ നേരത്തു കോപത്തോടെ ചിഷുരനായ സേനാനായകനടുത്തിതു തൽക്ഷണം മഹാദേവി തന്നോടു യുദ്ധം ചെയ്യുവാൻ. മേരുമൂർധനീകനം പാനീയം പെയ്യും പോലെ ഘോരബാണങ്ങൾ വർഷിച്ചിടിനാൻ ലഘുതരം ശീതാംശുതയെ സിന്ധു തരംഗങ്ങളെയെല്ലാം മേതുരമായ മട്ടിൽ തടുത്തു നിർത്തും വണ്ണം ദേവിയും അവയെല്ലാം മുറിച്ചു കളഞ്ഞുടനാവോളം വേഗത്തോടെ തുരകങ്ങളെ കൊന്നു. സാരഥിയെയും കൊന്നു ചാപവും മുറിച്ചിതു സാരമം ധ്വജത്തെയും ഛേദിച്ചു കളഞ്ഞപ്പോൾ ഗർഗചർമ്മങ്ങൾ ധരിച്ചടുത്താനതു നേരം വിക്രമത്തോടും സിംഹമൂർധനി വെട്ടിവേകാൽ അമ്പതന്നിടത്തെ കൈ തന്മേൽ വെട്ടിയ നേരം നിർമ്മലമായ ഖഡ്ഗം മുറിഞ്ഞു തെറിച്ചിതു ശൂലത്തെ പ്രയോഗിച്ചാൻ ഭദ്രകാളിയും. നിജശൂലത്താൽ 100 നുറുക്കിടിനാനതിനെയും. പിന്നെയും ശൂലമേറ്റ് ഭിന്നഗാത്രനുമായി മഞ്ഞിടം തന്നിൽ വീണു മരിച്ചു ചിക്ഷുരനും. അന്നേരം മാനക്കടുത്തേറിച്ചാമരൻ വന്നാൻ തന്നുടെ ശക്തി തന്നെ മോചിച്ചാൻ ദേവി മേൽ. ഹുങ്കാരം കൊണ്ടു ശക്തി ഭൂമിയിൽ പതിപ്പിച്ച സങ്കടത്തോടും ശൂലം കൊണ്ടും ചാട്ടിനാനപ്പോൾ ബാണങ്ങളാലേതു ഛേദിച്ചു മഹാദേവി കാണായിതപ്പോൾ ഗജപുങ്കവ കുംഭാന്തരേ വീണിതു ചാടി വേഗത്തോടുമാ മൃഗാധിപൻ പാണിയുദ്ധേന പോർ ചെയ്തിടിനാർ പരസ്പരം. ചാമരന്താനും മഹാസിംഹവും കൂടി തമ്മിൽ ഭൂമിയിൽ ചാടി പിണങ്ങിടിനാരല്ലോ. പിന്നെ ബാഹുപ്രഹരണേ കേസരി വീരനപ്പോളാകവേ ചമരത്താനെ കൊന്നു വീഴ്ത്തിനാനല്ലോ. തക്ഷണേ യുദ്ധമടുത്താനുദഗ്രനും വേഗാൽ വൃക്ഷശൈലാദികൾ കൊണ്ടവൻ തന്നെയും കൊന്നു നിന്നിതു ദേവിയുടെ ഗണങ്ങൾ. കരാളനും വന്ന കോപത്തോടടുത്താൻ അവനെയും അവർ കൊന്നിതു. മുഷ്ടി ദന്തനഖങ്ങളാലീ ഗണം പൃഥയാം ദേവി ഗത കൊണ്ടതു നേരം വന്നോരുദ്ധതൻ തന്നെയും നിഗ്രഹിച്ചിടിനാൾ ശിരം. ബാഷ്കളനെയും ഭിണ്ടിപാലം കൊണ്ടതു നേരം പോർക്കളം തന്നിൽ കൊന്നു വീഴ്ത്തിനാൾ മഹാദേവി. ബാണങ്ങൾ കൊണ്ടു താമ്രൻ തന്നെ സത്വരം കൊന്നു ക്ഷോണിയിൽ വീഴ്ത്തിയിടിനാൾ അന്തകനെയും വീകാൽ
ഉഗ്രാസ്യനെയും മകാഗനു തന്നെയും ഉടനുഗ്രവീര്യൻ തന്നെയും കൊന്നിതു ശരങ്ങളാൽ. പിന്നെ അത്രിനേത്രന്മാർ തൃശൂലം കൊണ്ടുടൻ സന്നമാക്കിനാളല്ലോ ദേവിയും ക്ഷണം കൊണ്ട്. വാളാലേ വിലാളം തന്നൊത്തമാങ്കം ഛേദിച്ചു മേളമോടൊഴിയിലിട്ടുരുട്ടിടിനാളല്ലോ. ദുർധരൻ തന്നെയും ദുർമുഖം തന്നെയും രണേ സത്വം ബാണഗണം പൊഴിച്ചു കൊന്നിടിനാൾ. ഏവം വൻപടയും തൻപടനായകന്മാരും ദേവിയാൽ നഷ്ടമായതു നേരത്തു മഹിഷനും മാഹിഷവേഷം ധരിച്ചടുത്തിടിനാൻ. ദ്രുതമാപകത്തിനു വന്ന കോപേന മഹാസുരൻ തുണ്ടപ്രഹരം കൊണ്ടു ദേവിതൻ ഗണങ്ങളെ ഖണ്ഡിച്ചുകളകയും ഗുരക്ഷേപണങ്ങളാൽ ചിലരിലാങ്കൂലപാദങ്ങളാൽ മർദ്ദിക്കുകയും ചിലരെ നിശിത ശൃംഗങ്ങളാൽ ഭേദിക്കുകയും ചിലരെ മഹാനിനാങ്ങളാൽ മോഹിപ്പിച്ചും ചിലരെ ഭ്രമണവേഗം കൊണ്ടു ധൂളിപ്പിച്ചും ചിലരെ നിശ്വാസവാദങ്ങളാൽ പതിപ്പിച്ചും പേടിപ്പിച്ചതു ദേവീഗണത്തെയെല്ലാം അവൻ. ഓടിയെത്താൻ മൃഗേന്ദ്രൻ തന്നെ താടിപ്പാനായ ശൃംഗങ്ങൾ കൊണ്ടും ഗിരിശൃംഗങ്ങളെല്ലാം ഉടൻ പങ്കമാക്കിയും പാരമലറിച്ചു രമാന്തി ക്രൂരമായുള്ള ഗുരാക്ഷേപണം കൊണ്ടു തന്നെ പാരിടമെല്ലാം ഒക്കെ പിളർന്നു ചമയ്ക്കയും ചണ്ഡശൃംഗാഗ്രവിഭിന്നങ്ങളാം ഘനങ്ങളെ ഖണ്ഡിച്ചുടൻ ഭൂമിയിൽ പതിപ്പിച്ചും. ഇങ്ങനെ കോപിച്ച സുരേശ്വരനടുത്തപ്പോൾ മംഗലയായിട്ടുള്ള ചണ്ഡികാദേവി താനും പാശാക്ഷേപണം കൊണ്ടു ബന്ധിച്ചാൾ അവനെയും ആശുസിംഹാകൃതിയായി കഴിച്ചാൻ പാശത്തെയും. തൽക്കഴുത്തറുത്തപ്പോൾ കാണായി പുരുഷനായി ഖഡ്ഗവും ധരിച്ചപ്പോൾ പുരുഷൻ തന്നെ ദേവി ബാണങ്ങൾ കൊണ്ടു മൂടി ഖഡ്ഗചർമ്മങ്ങളോടും കാണാതായിപ്പോൾ ഒരു ഗജമായി മഹിഷനെ തൽക്ഷണേ പിടിച്ചിഴച്ചിടിനാൾ മൃഗേന്ദ്രനെ. തൽക്കരം ഖഡ്ഗം കൊണ്ടു ഛേദിച്ചു മഹേശ്വരി തൽക്കാലി മഹിഷനായി ചമഞ്ഞാന സുരേന്ദ്രനോണം. തൽക്കാലി മഹിഷനായി ചമഞ്ഞാന സുരേന്ദ്രനൊന്നൊക്കെയൊന്നിളകിയതു ലോകങ്ങൾ മൂന്നുമപ്പോൾ. ക്രുധയാം ജഗന്മാതാവായ ചണ്ഡികാദേവി ഉത്തമമായ മധുപാനവും തുടങ്ങിനാൾ. ചണ്ഡികാദേവി പൊട്ടിച്ചിരിച്ചും പാനം ചെയ്തും മണ്ഡലാകാരം പൂണ്ടു ചുവന്നു നയനങ്ങൾ. അന്നേരം ബലവീര്യമതഗർഭിതനായി നിന്നേറ്റ മലരിയും മഹിഷൻ പാഷാണങ്ങൾ കൊണ്ടു ദേവിയെ പ്രക്ഷേപിച്ചു നിൽപ്പതും ദേവി കണ്ടു സായകങ്ങളാൽ ചൂർണമാക്കിനാൾ കായം. അട്ടഹാസവും ഇടിവെട്ടിയിടും വണ്ണമപ്പോൾ നിഷ്ഠൂരതരം ദേവി ദുഷ്ടനോടരുൾ ചെയ്തു. ഗർജനം ചെയ്തു കൊള്ളുക മൂഢ നീ കിഞ്ചിൽ കാലമിജ്ജനം മധുപാനം ചെയ്വോളം ദുരാത്മാവേ. നിർജരാദികളെല്ലാം ഗർജനം ചെയ്തിടുവോർ ദുർജന ശ്രേഷ്ഠ ഭവാനെന്നാലേഹതനായാൽ. ഇത്തരം അരുളി ചെയ്തുൽപ്പതിച്ചവൻ മേമേൽ സത്വരം കരയേറി കഴുത്തിൽ
പാദാബ്ജം കൊണ്ടാക്രമിച്ചിട്ടു ശൂലം കൊണ്ടു കൊത്തിയ നേരം നിഷ്ക്രമിച്ചിതു ഗർഗചർമ്മങ്ങൾ ധരിച്ചവൻ തൃക്കാൽ കൊണ്ടപ്പോളുമൊഴ്ത്തിയിടിനാൾ ജഗന്മാതാ. വർത്തിച്ചു നിഷ്ക്രാന്തനായ യുദ്ധം ചെയ്വതിനവൻ ഉത്ഥാനം ചെയ്തിടുവാനാരംഭിച്ചതു നേരം ഗർഗത്താൽ വെട്ടിയറുത്തിയിടിനാൾ തലയപ്പോൾ വിഗ്രഹത്തോടു വേർവിട്ടവനും വീണിടിനാൻ. ത്രൈലോക്യ നിവാസികൾ നഷ്ടനമസുരേന്ദ്രമാലോക്യ ജയ ജയേത്തുച്ചത്തിൽ സ്തുതി ചെയ്താർ. ആകവേ മഹാസുരൻ മഹിഷൻ മരിച്ചപ്പോൾ ഹാഹാകാരേണ മരിച്ചിടിനാരസുരരും. ദേവവൃന്ദവും മുനിവൃന്ദവും ഭക്തിയോടെ ദേവിയെ സ്തുതിക്കുകയും നൃത്തം ചെയ്തിടുകയും പാടുന്നു ഗന്ധർവന്മാരാടുന്നു ദിവ്യ സ്ത്രീകൾ തേടുന്നു സന്തോഷവും വിബുധാദികളെല്ലാം. അധ്യായം 3 കഴിഞ്ഞു. നിങ്ങൾക്കിതിൽ അത്യാശയുണ്ടെന്നാകിൽ ഇനിയും ചൊല്ലാമല്ലോ. നമസ്തേ. അടുത്ത ഭാഗം 4-ാം അധ്യായം. മഹിഷിനെ കൊന്ന ദേവിയെ, മഹാമായയെ ദേവന്മാർ സ്തുതിക്കുന്ന ഭാഗമാണ് 4-ാം അധ്യായം. ഒരാഴ്ച കൊണ്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്ന രീതിയിൽ പാരായണം ചെയ്യുമ്പോൾ ഈ 4-ാം അധ്യായം ചൊവ്വാഴ്ചയാണ് പാരായണം ചെയ്യേണ്ടത്. നമസ്തേ. 4-ാം അധ്യായം തുടരും നാളെ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നമസ്തേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതമെന്ന ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം 10 മിനിറ്റ് നേരം വരികൾ കണ്ട് കേട്ട് കൂടെ നിത്യപാരായണം ചെയ്യാം. അതുപോലെ ഈ നവരാത്രിയിൽ മലയാളത്തിലുള്ള ദേവീ മഹാത്മ്യം സമ്പൂർണ്ണ പാരായണം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ.